ഷരീഫിനെ ലളിതമായൊന്ന് പരിചയപ്പെടൽ നമുക്ക് ആവശ്യമാണ്. അതൊന്ന് പരിചയപ്പെടുത്തി തരാം. കഅബ ഷരീഫ് അള്ളാഹുവിന്റെ ഭവനമാണ്. ആകാശലോകത്ത് ഇതിനോട് സമാനമായ ഒരു ഭവനം അള്ളാഹുവിന്റെ ബൈത്തുൽ മഅമൂറുണ്ട്. ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആ ആദ്യത്തെ ഭവനമാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. ജനങ്ങളുടെ സാംസ്കാരിക പുരോഗതിക്ക് വേണ്ടി ഭൂമിയിൽ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള ആദ്യത്തെ ഭവനം ലല്ലദീ ബിബക്കത മുബാറകൻ, അള്ളാഹുവിന്റെ ബക്ക എന്ന പേരും കൂടി അറിയപ്പെടുന്ന വിശുദ്ധമായ മക്കയിലുള്ള അള്ളാഹുവിന്റെ ഭവനമാണ്. മുബാറക്കൻ, അനുഗ്രഹീതമായ ഭവനമാണ്, ബറക്കത്താക്കപ്പെട്ട ഭവനമാണ്. വഹുദൽ ലിൽ ആലമീൻ, ബറക്കത്ത് മാത്രമല്ല ലോക ജനങ്ങൾക്ക് മുഴുവനും അത് ഹിദായത്തിന്റെ കേന്ദ്രവുമാണ്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവോടെ സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇബ്രാഹിം മഖാം എന്ന ഈ വിശുദ്ധ ഭവനത്തെ ലളിതമായൊന്ന് പരിചയപ്പെടാം. അള്ളാഹുവിന്റെ ഈ ഭവനം ആദ്യകാലത്ത് അതിന് തറക്കല്ലിട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ വിശുദ്ധരായ മലക്കുകളാണ്. മലക്കുകളിട്ട ആ തറയിൽ വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ നബിമാരാണ് അത് പടുത്തുയർത്തിയിട്ടുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ ശരീഫ് പുതുക്കി പണിയുന്നതിന് വേണ്ടി വന്നു. അവര് ആ തറയിൽ മലക്കുകളിട്ട അസ്ഥിവാരത്തിൽ അവര് കഅബ ശരീഫ് പടുത്തുയർത്തി. ആ പടുത്തുയർത്തിയപ്പോൾ ഉള്ളത് ഈ ഹജറുൽ അസ്വദിന്റെ മൂലയും ഇപ്പുറത്ത് കാണുന്ന റുക്നുൽ യമാനി എന്ന മൂലയുമാണ്. ഇവിടെ നാം കാണുന്ന ഈ മൂലയും ഇപ്പുറത്ത് നാം കാണുന്ന ഈ മൂലയും, ഈ രണ്ട് മൂലകൾ അന്നില്ല. കാരണം മലക്കുകൾ ഇട്ടിട്ടുള്ള അസ്ഥിവാരം വിശുദ്ധമായ കഅബ ശരീഫിന്റെ ഈ മൂലയിൽ നിന്ന് തുടങ്ങി വടക്കുഭാഗത്ത് ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു യു ടൈപ്പാണ് മലക്കുകളുടെ അടിത്തറ. ആ അടിത്തറയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ പുതുക്കി പണിതപ്പോൾ 9 മുഴം ഉയരത്തിൽ ഭൂനിരപ്പിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി. ഈ ഭാഗത്ത് ഇതേ പ്രകാരം യു ടൈപ്പിൽ തന്നെ കെട്ടിടമുണ്ടാക്കി. അതാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് പല കാലഘട്ടങ്ങളിലും വിശുദ്ധമായ കഅബ ശരീഫ് പുതുക്കി പണിതിട്ടുണ്ട്. ജുർഹൂമികളുടെ കാലത്ത് ഒരു പുതുക്കിപ്പണികൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം വന്ന ഖുറൈശികളുടെ ഭരണകാലങ്ങളിൽ അള്ളാഹുവിന്റെ ഭവനം ഒന്നുകൂടി പുതുക്കി പണിതിട്ടുണ്ട്. ഖുറൈശികൾ പുതുക്കി പണിത കാലത്ത് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. 35 വയസ്സ് പ്രായമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കൂടിയുള്ള സഹകരണത്തോടുകൂടി അന്ന് കഅബ ശരീഫ് പുതുക്കി പണിത്. ആ പുതുക്കിപ്പണിയലിൽ അവർ അതിനു വേണ്ടുന്ന പണം ശേഖരിച്ചു. ശേഖരിച്ച പണം ഹലാലായ പണം തന്നെയാകണമെന്ന വാശി അവർക്കുണ്ടായിരുന്നു. ഒരു വൃത്തികെട്ട സ്ത്രീകളുടെ പണമോ കള്ളുവിറ്റ പണമോ അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പണവുമില്ലാതെ പരിപൂർണമായും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ധനം മാത്രം ശേഖരിച്ചു. കഅബ ശരീഫ് പുതുക്കി പണിയാൻ നോക്കുമ്പോൾ അവർക്ക് പണം തികഞ്ഞില്ല. തികയാതെ വന്നപ്പോൾ കഅബ ശരീഫിന്റെ ഈ വടക്കു ഭാഗത്തുള്ള ബിൽഡിങ്ങിന്റെ ആ യു ടൈപ്പിലുള്ള ഭാഗം 6 മുഴം അവർ ഖുറൈശികൾ ചുരുക്കുകയും കഅബ ശരീഫിന്റെ ഇവിടെയും വടക്ക് പടിഞ്ഞാറ് മൂലകളിൽ 2 മൂലകളാക്കി കെട്ടിടം ചതുർമൂലയുള്ള ബിൽഡിംഗ് ആക്കി മാറ്റുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കഅബ ശരീഫിനെ നാം ബഹുമാനിക്കുന്നത് അത് ശില്പഭംഗിയിലും കാഴ്ചക്കും ഉള്ള വലിയ ഭംഗിയുടെ പേരിലല്ല നാം അതിനെ ബഹുമാനിക്കുന്നത്. അള്ളാഹുവിന്റെ മലക്കുകൾ തറയിട്ടു, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അത് പടുത്തുയർത്തി, അള്ളാഹുവിന്റെ ഭവനം എന്നതിന് വേണ്ടി മാത്രമാണ് അതിനെ ബഹുമാനിക്കുന്നത്. ഇരിക്കട്ടെ, ഖുറൈശികൾ പുതുക്കി പണിതപ്പോൾ 9 മുഴവും കൂടി മുകൾ ഭാഗത്തേക്ക് ഉയർത്തി. ഇപ്പോൾ 9 × 9 18 മുഴമായിരിക്കുന്നു. മാത്രമല്ല വിശുദ്ധ കഅബ ശരീഫിന്റെ വാതിൽ അല്പവും കൂടി മുകളിലേക്ക് ഒരു പൊക്കി സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് സ്വഹാബിയായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മക്ക ഭരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒന്നുകൂടി പുതുക്കി പണിതു. അപ്പോൾ 9 മുഴവും കൂടി അദ്ദേഹം മുകളിലേക്ക് പൊക്കി. ഇപ്പോൾ 27 മുഴമാണ് ഷാദിർവാൻ മുതൽ വിശുദ്ധ കഅബ ശരീഫിന്റെ ഉയരം. അതേസമയം ഷാദിർവാനിന്റെ താഴ്ഭാഗത്ത് ഭൂസമതലത്തിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ 29 മുഴമാണ് കഅബ ശരീഫിന് ആകാശഭാഗത്തേക്കുള്ള ഉയരം എന്ന് ഉലമാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വടക്കു ഭാഗത്തെ 6 മുഴം ഉൾപ്പെട്ട ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന ഭാഗം ചുരുക്കുകയും ഖുറൈശികൾ അത് 4 ഭാഗത്തേക്കും കെട്ടിടവും ചുരുക്കിയപ്പോൾ അല്പം പുറത്തേക്ക് ഭാഗം തള്ളി നിന്നു. ആ തിണ്ടിനാണ് ഷാദിർവാൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തവാഫ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഹജറുൽ അസ്വദ് എന്ന സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ചെറിയ കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ള മൂലയാണ് ഈ ഭാഗത്ത് കാണുന്ന മൂല.
ഇവിടെ നിന്നുകൊണ്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ പുതുക്കി പണിത കാലത്ത് അവർക്ക് കയ്യെത്താതെ വന്നപ്പോൾ ഒരു കല്ല് താഴെ ഇടുകയും ആ കല്ലിൽ കയറി നിൽക്കുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കരിങ്കല്ല് താഴെയിടുകയും കയ്യെത്താത്തതിന്റെ പേരിൽ കയറി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കല്ലിന്റെ ഉയരം മാത്രമല്ലേ പിന്നീടും കയ്യെത്തുകയുള്ളൂ. യഥാർത്ഥത്തിൽ അതല്ല അവിടെ സംഭവിച്ചത്. ആ കയറി നിൽക്കുന്ന കല്ല് ഒരു സ്പ്രിംഗ് ആക്ഷൻ കണക്കെ, ലിഫ്റ്റ് കണക്കെ ഉയരുകയും താഴുകയും ചെയ്യുകയും അവർക്ക് സൗകര്യപൂർവ്വം പണിയാനുള്ള സൗകര്യമുണ്ടായി. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 2 കാൽപാദങ്ങൾ ആ കരിങ്കല്ലിൽ പതിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം മഖാം ഒരു ദൃഷ്ടാന്തമാണ്. എങ്ങനെയാണ് അത് ദൃഷ്ടാന്തമായത്? ഇബ്രാഹിം നബി എന്നൊരു മനുഷ്യൻ ഒരു 10 കിൻഡൽ ഭാരമുള്ള മനുഷ്യനല്ല. ഒരു 10 കിൻഡലെങ്കിലും ഭാരമുള്ള ഒരു സാധനം കരിങ്കല്ലിൽ കയറ്റി വെച്ചാൽ ഒരു പക്ഷേ കല്ല് പൊട്ടിയേക്കും, അല്ലെങ്കിൽ കല്ല് കുഴിയായേക്കും. ഇതല്ല. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കയറി നിൽക്കുമ്പോഴത്തേക്കും കരിങ്കല്ലിൽ കാല് പതിഞ്ഞ് അടയാളം വീണമെങ്കിൽ അത് വല്ല ചെള്ളക്കട്ടയൊക്കെ ആകണം. അതുമല്ല, ഒരു കരിങ്കല്ലാണ്. അപ്പൊ അല്ലാഹു തആല ഒരു വലിയ ദൃഷ്ടാന്തമായി ആ കല്ലിൽ ഇബ്രാഹിം നബിന്റെ കാൽപാദം പതിച്ചിരിക്കുകയാണ്. ആ ശിലയാണ് യഥാർത്ഥത്തിൽ അത് കഅബയുടെ ഭിത്തിയിലായിരുന്നു. പിൽക്കാലത്ത് അത് മുൻഭാഗത്തേക്ക് മാറ്റി കൂടാരത്തിൽ നമുക്ക് ചിത്രങ്ങളിലൊക്കെ കാണാം. ഹജറുൽ അസ്വദിന്റെ ഈ മൂലയിൽ നിന്നുകൊണ്ടാണ് നാം തവാഫ് തുടങ്ങേണ്ടത്. അപ്പൊ തവാഫ് ചെയ്യുന്ന ആളുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ മൂലയിലെത്തുമ്പോൾ അവിടെ നിന്ന് ആ കഅബ ശരീഫിലേക്ക് അഭിമുഖമായി നിൽക്കണം. അപ്പോൾ ഇങ്ങനെ നിന്നിരിക്കുന്നു. എന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് കഅബ മൂല ഹജറുൽ അസ്വദിന്റെ മൂല ഒന്ന് തടകി മൊത്തണം, മുഖം വെച്ച് ചുംബിക്കണം, നെറ്റി വെച്ച് സുജൂദ് ചെയ്യണം. സാധാരണഗതിയിൽ അതൊന്നും കഴിയാറില്ല. തിക്കും തിരക്കും ആവുമ്പോ വിശേഷിച്ചും കഴിയുകയില്ല. അങ്ങനെ സാധിക്കാതെ വന്നാൽ 2 കൈകൾ അതിലേക്ക് ആംഗ്യം കാണിക്കണം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ആംഗ്യം കാണിച്ച് ആ കൈകൾ മൊത്തണം. അങ്ങനെ 3 പ്രാവശ്യം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ 3 പ്രാവശ്യം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ആ കൈകൾ 2 മൊത്തി എന്നതിന് ശേഷം നാം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണം. തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ നമ്മുടെ ഭാഗം ഇടതുഭാഗം കഅബ ശരീഫിലേക്കായി. എന്നിട്ട് നാം നമ്മുടെ മുൻഭാഗത്തേക്ക് നടക്കണം. ഒരാൾ പിന്നോട്ടല്ലോ നടക്കേണ്ടത്, ഒരാൾ മുമ്പോട്ടാണ് നടക്കുക. അപ്പോൾ കഅബ നാം ഇങ്ങനെ തിരിഞ്ഞു നിന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗം കഅബയിലേക്കായി. നമ്മുടെ ഇടതുഭാഗം കഅബയിലേക്കാണെങ്കിലും ഈ നൃത്തത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വലതുഭാഗം ഈ മുൻഭാഗത്തേക്കാണ്. നാം നടക്കുന്നതാകട്ടെ നമ്മുടെ വലതുഭാഗത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നടക്കാം. ഈ നടത്തത്തിനാണ് തവാഫ് എന്ന് പറയുന്നത്. ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നതിന് ശേഷം ഇങ്ങനെ നടക്കുന്നു. ഈ നടത്തം 7 തവണ നടക്കുന്നതിനാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ തവാഫ് എന്നത് 7 തവണ നടക്കുന്ന ഈ റൗണ്ടിനാണ്. ഈ നടത്തത്തിൽ ഇങ്ങനെ നടന്ന് നാം തുടങ്ങിയതായ ഹജറുൽ അസ്വദിന്റെ മൂലയിലെത്തുമ്പോൾ ഒരു റൗണ്ട് ആയിരിക്കുന്നു. ഈ വിധം 7 റൗണ്ട് ചുറ്റുന്നതിനാണ് ഒരു തവാഫ് എന്ന് പറയുക. ഇവർ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹജറുൽ അസ്വദിന്റെ മൂലയിലെത്തുമ്പോ വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് 2 കൈകളെ കൊണ്ട് ആംഗ്യം കാണിച്ച് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ടെങ്കിലും തിക്കിലോ തിരക്കിലോ ഒക്കെ പെട്ട് നമ്മുടെ ശരീരത്തിന്റെ മുൻഭാഗമോ വലതുഭാഗമോ ഒക്കെ കഅബയിലേക്കാകുമോ പോകുമോ എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവിടെ തിരിഞ്ഞു നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നാം അവിടെ എത്തുമ്പോ ഇതേ നൃത്തം നിന്നിട്ട് തന്നെ 2 കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് കാണിച്ച് അങ്ങനെ നടന്നാൽ മതി. ഈ നടത്തം നടന്നു 7 തവണ നടക്കുന്നതിനിടയിൽ ഓരോ തവണ എത്തുമ്പോഴും റുക്കുനുൽ യമാനി എന്ന ഈ മൂലയിൽ ഇത് ഹജറുൽ അസ്വദിനെ പോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ചെത്തിവെച്ചത് കാണാൻ കഴിയും. അവിടെ എത്തുമ്പോ ആളുകൾക്ക് സുന്നത്ത് അവിടെ പോയി തടകിയിട്ട് ആ കൈ മൊത്തൽ സുന്നത്തുണ്ട്. മുഖം വെച്ച് മൊത്തൽ സുന്നത്തില്ല, അത് ബിദ്അത്താണ്. 2 കൈ കൊണ്ട് തടകി മൊത്തൽ സുന്നത്തുണ്ട്. പക്ഷെ അവിടെ ചെന്ന് തടകി മൊത്താൻ നിൽക്കുമ്പോൾ തവാഫിനിടയിൽ നമ്മുടെ ശരീരം കഅബ ശരീഫിലേക്ക് അഭിമുഖമായി പോകുമെന്ന ഭയമുണ്ടെങ്കിൽ അതാകും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകാറ്. അതിനൊന്നിനും പോകണ്ട. സാധാരണഗതിയിൽ ഇങ്ങനെ ചുറ്റുക. അവിടെ എത്തുമ്പോ 2 കൈ പൊക്കി ആംഗ്യം കാണിച്ച് ആ കൈ മാത്രം ഒന്ന് മൊത്തിയാൽ മതിയാകും. ഇങ്ങനെ 7 തവണ ചുറ്റണം. ഈ ചുറ്റലിനിടയിൽ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇടതുഭാഗം കഅബയിലേക്കാവുക എന്നത് ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. നാം ഇങ്ങനെ മുൻഭാഗമാവുകയോ നാം ഇങ്ങനെ പിൻഭാഗമാവുകയോ ഒക്കെ ചെയ്താൽ ആ തവാഫ് ബാത്തിലായി പോകും. നമ്മുടെ കൂടെയുള്ള ഉമ്മയെയോ സഹോദരിയെയോ കൂട്ടാളിയെയോ പിടിക്കാൻ വേണ്ടി അവർ പിന്നിലായപ്പോൾ പിടിക്കാൻ വേണ്ടി തിരിഞ്ഞു പോയാൽ ഉമ്മ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻഭാഗം കഅബയിലേക്കായി. അങ്ങനെ ആകുന്ന സന്ദർഭത്തിൽ എന്ത് വേണം? അത് മനസ്സിലാക്കിയ ഉടനെ നമുക്ക് അല്പം കൂടി പിന്നോട്ട് നടന്നിട്ട് ജോയിന്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോയിന്റ് ചെയ്തുകൊണ്ട് പോകാം.
അത് സാധിക്കാത്ത തിക്കിലും തിരക്കിലും ആണെങ്കിൽ ആ ഒരു റൗണ്ട്, നമ്മുടെ ശരീരം തെറ്റിപ്പോയ ആ ഒരു റൗണ്ട് എണ്ണത്തിൽ കൂട്ടാതെ 7 എന്നുള്ളത് 8 തവണ ചുറ്റിയാൽ 1 തള്ളി 7ആയി സ്വീകരിക്കപ്പെടുന്നതാണ്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രകാരം തന്നെ വുളു മുറിയാതെ ശ്രദ്ധിക്കണം, ഔറത്ത് വെളിപ്പെടാതെ ശ്രദ്ധിക്കണം, ഈ നിബന്ധനകളൊക്കെ പാലിക്കണം. ഇതാണ് നിബന്ധനകൾ ഒത്തിട്ടുള്ളതായ തവാഫ്. ഇനി ആളുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിവിധങ്ങളായ ദിക്റുകൾ ചൊല്ലുന്നത് കേൾക്കാൻ കഴിയും. സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോൾ കഅബ ശരീഫിന്റെ വാതിലിന്റെ ഭാഗത്തെത്തുമ്പോൾ അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക സയ്യിദുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലിയ ദിക്ർ അതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ഇവാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിന്റെ പ്രവാചകർ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് എന്ന ആ ദിക്റായിരുന്നു ചൊല്ലേണ്ടത്. അങ്ങനെയുള്ള ദിക്റുകൾ ചെല്ലാം. റസൂലുള്ളാഹി തങ്ങൾ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലിയ ദിക്ർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥനയാണ് ഹബീബായ റസൂലുള്ളാഹി നടത്തിയിട്ടുള്ളത്. നാഥാ, ഇഹവും പരവുമായ എല്ലാ വിജയങ്ങളും ഞങ്ങൾക്ക് തരണം. ഹജ്ജിലോ ഉംറയിലോ തവാഫിലോ ഇതിനേക്കാൾ വലിയ ദിക്ർ എന്താണുള്ളത്? ഇങ്ങനെ റസൂലുള്ളാഹി ചൊല്ലിയിട്ടുള്ള ദിക്റുകളും ദുആകളും ഉണ്ടെങ്കിൽ അത് ചൊല്ലൽ ഉത്തമമാണ്, അഫ്ളലാണ്. അത് കഴിയില്ലെങ്കിൽ പിന്നെ ഖുർആൻ ഓതലാണ് അഫ്ളൽ. അപ്പൊ നമുക്ക് അറിവുള്ള സൂറത്തുൽ ഫാത്തിഹയോ ഇഖ്ലാസോ തബാറക്കയോ യാസീനോ ഏതാണ് നമുക്ക് അറിവുള്ളത്? ആ അറിവുള്ള സൂറത്തുകൾ ഓതി തവാഫ് ചെയ്താൽ മതിയാകും. അതുമല്ലെങ്കിൽ എന്താണോ നമുക്കറിയുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അറിയുന്നതൊക്കെ ചൊല്ലി നടക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ, മലയാളത്തിലോ അറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റുള്ളവർക്ക് തശ്വീഷ് ഉണ്ടാക്കുന്ന വിധം, മറ്റുള്ളവർക്ക് വസ്വാസ് ഉണ്ടാക്കുന്ന വിധം അത്യുച്ചത്തിലുള്ള ദിക്റുകളും സലാത്തുകളും ഒഴിവാക്കി നമ്മുടെ ശരീരം കേൾക്കുന്ന വിധം, നമ്മുടെ കൂട്ടുകാർ കേൾക്കുന്ന വിധമുള്ള ആ ഉച്ചത്തിലെ ചൊല്ലാവൂ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് തവാഫിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്.